ഹായ് ഗൈസ്. വിപിൻ ദാസ് തിരക്കഥ എഴുതി അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത സിനിമയാണ് വ്യസനസമേതം ബന്ധുമിത്രാദികൾ. സിനിമ ഞാൻ കണ്ടു. സിനിമ എങ്ങനെയുണ്ടെന്ന് പറയുന്നതിന് മുമ്പ് വിപിൻ ദാസിനെ അറിയാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പടം കേട്ടാൽ മനസ്സിലാകും. ജയ 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 ഹേ എന്ന് പറഞ്ഞ പടം. അത് വന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ ഗുരുവായൂർ അമ്പല നടയിൽ എന്നൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കാവുന്ന ആരാണ്. അങ്ങനെ പ്രതീക്ഷ വെച്ച് പോയി കണ്ടൊരു സിനിമയാണ് ഈ സിനിമ. ഒരു ആവറേജ് പടം, അതിനപ്പുറത്തേക്കൊന്നുമില്ല. കണ്ടിരിക്കാം. ഒരു ഡാർക്ക് ഹ്യൂമർ ജോണറിൽ ഒരുക്കിയിരിക്കുന്ന ഒരു സിനിമയാണ്. കൊള്ളാം. കോമഡിയൊക്കെ കുറേയൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ചിലതൊക്കെ ചളിയാണ്, എന്നാലും കുഴപ്പമില്ലായിരുന്നു. അപ്പം ഒരു കല്യാണം നടക്കുന്നു. ആ കല്യാണത്തിൻ്റെ റിസപ്ഷനും കാര്യങ്ങളും പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ തൊട്ട് പിന്നാലെ ഒരു മരണം ഉണ്ടാകുന്നു. ആ മരണത്തെ ചുറ്റിപ്പറ്റി നടക്കുന്ന സിറ്റുവേഷനും കാര്യങ്ങളും അതിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുത്തി സ്വാഭാവികമായിട്ടും ജനങ്ങൾ കൂടും, ബന്ധുമിത്രാദികൾ വരും. ഓരോരുത്തരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും, ഓരോരുത്തർ ഈ സമുദായക്കാരും അതുപോലെ തന്നെ കമ്മിറ്റിക്കാരും കുടുംബക്കാരും ഒക്കെ ഇടപെട്ട് അവർക്കിടയിലുണ്ടാകുന്ന കുറേ സിറ്റുവേഷനും കാര്യങ്ങളും ഡാർക്ക് ഹ്യൂമർ ജോണറിൽ ഒരുക്കി വെച്ചിരിക്കുന്ന സിനിമയാണ്. കുഴപ്പമില്ലാതെ കണ്ടിരിക്കാം. വൺ ടൈം വാച്ചബിൾ ആണ്. ഇതിൽ വരുന്ന ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അനശ്വര ജയരാജൻ, അതുപോലെ തന്നെ അസീസ് നെടുമങ്ങാട്, ജോമോൻ ജ്യോതിർ. ജോമോൻ ജ്യോതിർ ഒന്നും പറയണ്ട, അടിപൊളി. അതുപോലെ തന്നെ സിജു സണ്ണി, അതുപോലെ തന്നെ നമ്മുടെ ബൈജു ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് കണ്ട് പരിചയമുള്ളവരായിരിക്കും. എല്ലാം പുതുമുഖ ആർട്ടിസ്റ്റുകളാണ്. അതുപോലെ തന്നെ നമ്മൾ എവിടേക്കെയോ കോമഡി ഷോയിലും അവിടെയൊക്കെ കണ്ടിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സൊക്കെ വന്നിട്ടുണ്ട്. വന്നവരും പോയവരും ഒക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ചിലരൊക്കെ വെറുപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പോലും എന്താ പറയുക, എടുത്തു പറയേണ്ട ക്യാരക്ടേഴ്സ് നമ്മുടെ അസീസ് നെടുമങ്ങാട് തന്നെയാണ്. അദ്ദേഹം കൊള്ളാം കേട്ടോ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങേരുടെ ഒരു ഗ്രാഫ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു പേര് തന്നെയാണ് അനശ്വര ജയരാജൻ. നമ്മുടെ പൈങ്കിളി ക്യാരക്ടറാണ്, പക്ഷേ ഒരുപാടങ്ങ് പൈങ്കിളിയല്ല. പൈങ്കിളി സിനിമയ്ക്കകത്തെ പോലെ അത്ര ഓവറാക്കിയിട്ടില്ല. എന്നാലും കുഴപ്പമില്ലാതെ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന ആ വ്യക്തിയുടെ പേരെനിക്കറിയത്തില്ല. ഒരു പരിധിവരെ പുള്ളിയാണ് ഈ പടം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സ്കോർ ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നമ്മൾ ചിരിക്കണം, എവിടെ നമ്മൾ ചിന്തിപ്പിക്കണം എന്നൊക്കെ വരുന്ന സിറ്റുവേഷനിൽ പുള്ളിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതുപോലെ തന്നെ ഇതെല്ലാം കൊണ്ട് എലിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് പടത്തിന് ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ഡാർക്ക് ഹ്യൂമർ ആകുമ്പോഴത്തേക്കും അതിൻ്റേതായ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഈ മ്യൂസിക് ഡയറക്ടർക്ക് അറിയാമെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് കൂടുതലും ഏച്ചുകിട്ടില്ലാതെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. മാത്രമല്ല ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസ്, ജോമോൻ ജ്യോതിർ, പുള്ളിയുടെ എന്താ പറയുക, നമ്മൾ കണ്ടു പറഞ്ഞ പുള്ളിയുടെ മാനറിസങ്ങളൊക്കെ തന്നെ ആണെങ്കിൽ പുള്ളി അടിപൊളി ചെയ്തിട്ടുണ്ട്. അതാണ് ഏറ്റവും മെയിൻ. അതുപോലെ തന്നെ സിജു സണ്ണി ആണെങ്കിൽ സിജു സണ്ണി ശരിക്കും പറഞ്ഞാൽ ജോമോൻ ജ്യോതിർ മറച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പുള്ളിയെ ബാക്കിലാക്കി എന്ന് പറയാൻ. സിജു സണ്ണി ഒരു പൊട്ടനെ പോലെ കൊള്ളാം. എന്നാലും അത്രയ്ക്ക് അങ്ങോട്ട് പുള്ളിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല. മൊത്തം സ്കോർ ചെയ്തൊക്കെ നീ മച്ചാന. പിന്നെ അതുപോലെ തന്നെ കുറേ ക്യാരക്ടേഴ്സ് നമ്മൾ കണ്ടുപരിചയമില്ലാത്ത കുറേ ക്യാരക്ടേഴ്സൊക്കെ വരുന്നുണ്ട്. അവരൊക്കെ ഒരു ക്ലൈമാക്സിനോട് അടുത്ത് വരുമ്പോഴത്തേക്കുള്ള സിറ്റുവേഷനൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നല്ല പടമാണ്, കണ്ടിരിക്കാം. അപ്പോൾ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കുക, എല്ലാവരും പോയി കാണുക. ഫാമിലിയായിട്ട് പോയി കാണാൻ പറ്റിയ സിനിമ തന്നെയാണ്. കുറച്ചൊക്കെ നമുക്ക് ലാഗ് ഉണ്ടാകും, കുറച്ചൊക്കെ നമുക്ക് ക്രിഞ്ച് സീനുകളൊക്കെ തോന്നും. നമുക്ക് വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന സീനുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് എൻ്റെ അഭിപ്രായമാണ്. മറ്റെല്ലാവർക്കും അങ്ങനെയാണെന്ന് തോന്നുന്നില്ല. എന്തു തന്നെയാണെങ്കിലും ഒരു വൺ ടൈം വാച്ചബിൾ എന്ന് പറയുന്ന രീതിയിൽ കണ്ടിരിക്കാവുന്ന ഒരു പടമാണ് വ്യസനസമേതം ബന്ധുമിത്രാദികൾ. ആ പേരിലുണ്ട്, അതിനകത്തല്ല. ബന്ധുക്കളും മിത്രങ്ങളും എല്ലാം എങ്ങനെയുള്ളതാണെന്ന് അറിഞ്ഞിട്ട പേര് പോലെ തന്നെ. അപ്പം ധൈര്യമായിട്ട് ടിക്കറ്റ് പോയി കാണുക. എന്നിട്ട് നിങ്ങൾ ഈ സിനിമ കണ്ടാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനകത്ത് രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ.